വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി പണം സമാഹരിക്കുവാൻ കൈകോർത്തുനാട് മുളകരമേട് ആനക്കല്ലിൽ ബിജുവാണ് അബോധാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത്. ജൂലൈ 8-ന് വെള്ളിയാംകുടിയിൽ കാറിടിച്ചാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശരീരമാസകലം ഒടിവുകളും ക്ഷതവും സംഭവിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയകളും ആവശ്യമാണ്. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ 1 ലക്ഷവും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ 6 ലക്ഷവും ചികിത്സയ്ക്കായി ഇതിനോടകം ചെലവഴിച്ചു. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഷെഡിലാണ് കഴിയുന്നത്. കൂലിപ്പണിക്കാരനായ ബിജുവിന്റെ വരുമാനം കൊണ്ടാണ് ഇവർ കഴിഞ്ഞിരുന്നത്. PMI പദ്ധതി പ്രകാരം വീടിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. ചികിത്സ പൂർത്തിയാക്കി തിരികെ എത്തുമ്പോൾ വാസയോഗ്യമായ വീടും ആവശ്യമാണ്. ചികിത്സയ്ക്കും വീട് നിർമ്മാണത്തിനുമായി ലക്ഷങ്ങൾ ചെലവാകും. ഇതിനായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, റോയ് കെ പൗലോസ് MLA, മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ രക്ഷാധികാരികളായും നഗരസഭ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ചെയർമാനായും റവറന്റ് സതീഷ് വിൽസൺ കൺവീനറായും സ്റ്റെനോയ് ബേബി സെക്രട്ടറിയായും ചേർന്നുള്ള ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ജോയ് വെട്ടിക്കുഴിയുടെയും റവറന്റ് സതീഷ് വിൽസന്റെയും പേരിൽ ഫെഡറൽ ബാങ്ക് കട്ടപ്പന ശാഖയിൽ അക്കൗണ്ട് തുറന്നു. അപകടത്തിലായതോടുകൂടി മറ്റു യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് അവര്. എന്നാൽ ഇപ്പോൾ ഭാര്യയും 2 കുട്ടികളും അവരെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ബിജുവിന്റെ ശുശ്രൂഷകളുമായി അവരവിടെ നിൽക്കുക. നിലവിലെ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ വീടില്ലാത്തത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും സമയത്ത് ഡിസ്ചാർജ് ചെയ്താൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സൗകര്യമില്ല എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടേറുന്ന വിഷയമാണ്. അപ്പോൾ ഈ ചികിത്സയും നടക്കണം. അതോടൊപ്പം തന്നെ പണി തീരാതെ കിടക്കുന്ന ബിജുവിന്റെ വീട് ഏറ്റവും അടിയന്തരമായി പണി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ താമസിപ്പിക്കാനായിട്ട് കഴിയും. അവിടെ ഇത്രയും വലിയ ക്ഷതമേറ്റിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുഖം പ്രാപിച്ചു വരുവാനായി കുറെ നാളുകൾ എടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ആ ഒരു സമയത്ത് താമസിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിജു ആനക്കലിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. സമിതിയുടെ 15-ാം തീയതി വരെ വാർഡുകൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളിൽ നിന്നും 10-ാം തീയതി കട്ടപ്പന ടൗണിലും ധനസമാഹരണം നടത്തുമെന്ന ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോയ് വെട്ടിക്കുഴി, റവറന്റ് സതീഷ് വിൽസൺ, KP സുമോദ്, സന്തോഷ് ഓലിനാൽ, സുനിജ ശശീന്ദ്രൻ, സ്റ്റെനോയ് ബേബി, സിജോ മാത്യു, PK അഭിലാഷ്, TM മനേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.